സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിവർക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ 131 തൊട്ട് 140 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പറഞ്ഞ് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ജിൻവു ക്രിയേറ്ററിനെ കൊല്ലുന്നിടത്താണ് ചാപ്റ്റർ 130 അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 131 തുടക്കത്തിൽ ആദ്യം കാണിക്കുന്നത് ആ ഡഞ്ചനിൽ നിന്നും ജിൻവുവും സംഘവും പുറത്തുവരുന്നതാണ്. വളരെ മോശമായ അവസ്ഥയിൽ ജിൻവു അടക്കമുള്ള ഹണ്ടേഴ്സ് വരുന്നത് കണ്ടപ്പോഴാണ് പുറത്തുണ്ടായിരുന്ന ഹണ്ടേഴ്സ് അത് ശരിക്കും സി റാങ്ക് ഗേറ്റ് തന്നെയാണോ എന്ന് സംശയിച്ചു തുടങ്ങിയത് തന്നെ. ജിൻവു പുറത്ത് വന്നപ്പോഴാണ് അവൻ പുറത്തേക്കയച്ച ഹണ്ടേഴ്സ് ആരും ജീവനോടെ പുറത്തെത്തിയില്ല എന്ന് അവൻ അറിഞ്ഞത്. വൂജിൻ ചുള്ള്, നിനക്ക് എങ്ങനെയാണ് ഇത് ഡബിൾ ഡഞ്ചൻ ആണെന്ന് മനസ്സിലായതെന്ന് ജിൻവുവിനോട് ചോദിച്ചപ്പോൾ അതെന്റെ മൈൻഡിൽ വന്നതാണ്, അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അത്രയും ഇന്റൻസ് ആയിട്ട് ഫൈറ്റ് ചെയ്തതിലുള്ള താർച്ചയിൽ അവൻ അവിടെ തന്നെ ബോധം കെട്ട് വീണു. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് ജപ്പാനിലെ ആ ഗേറ്റിലെ മാജിക് വലിച്ചെടുക്കാൻ വേണ്ടി 4-5 ലോഡ് മാന ക്രിസ്റ്റൽസ് അവിടെ കൊണ്ടിറക്കുന്നതാണ്. ഓർലോവ് ഇത് വെച്ച് ആ ഗേറ്റിന് ചുറ്റും ബാരിയർ വയ്ക്കുമ്പോൾ സങ്ങിൽവാൻ ഇതെല്ലാം ദൂരെ നിന്ന് കാണുന്നതും കാണിക്കുന്നുണ്ട്. അയാൾക്കറിയാം ഒരു ചെറിയ അബദ്ധം സംഭവിച്ചാലും അതൊരു വലിയ നാശത്തിലായിരിക്കും കലാശിക്കുക എന്ന്. അയാൾ വിചാരിച്ചതുപോലെ തന്നെ ആ ഗേറ്റിൽ വച്ചിരിക്കുന്ന ബാരിയർ പൊട്ടിത്തെറിക്കുമ്പോൾ അടുത്ത കാണിക്കുന്നത് ജിൻഹു ഹോസ്പിറ്റലിൽ ഉറക്കമെണീക്കുന്നതാണ്. ഈ സമയം ജിൻഹു അവനെ കാണാൻ വന്നപ്പോഴാണ് താൻ 3 ദിവസമായിട്ട് ഉറക്കത്തിലാണെന്ന് ജിൻഹു അറിയുന്നത്. ശേഷം ജിൻഹു ജപ്പാനിലെ ഗേറ്റിനെ കുറിച്ച് അവനോട് ചോദിച്ചപ്പോൾ ആ ഗേറ്റ് ബാരിയർ കെട്ടി അടയ്ക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. അതിൽ നിന്നും പുറത്തു വന്ന ജൈന്റുകൾ ഓർലോവിനെ കൊന്ന് ജപ്പാൻ വളഞ്ഞിരിക്കുകയാണെന്ന് ജിൻഹു പറഞ്ഞു. ഈ സമയം എറ്റേണൽ സ്ലംബറിന്റെ ലാസ്റ്റ് സ്റ്റേഷനോടെടുത്ത ജിൻഹോയുടെ അച്ഛൻ എറ്റേണൽ സ്ലംബറിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി ജിൻവുവിന്റെ അമ്മയാണെന്ന് മനസ്സിലാക്കി. ഇത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് ഓർലോവിന്റെ മരണശേഷം ജപ്പാൻ എസ്റാങ്കേഴ്സ് ജൈന്റുകളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഇതെല്ലാം ലൈവിലൂടെ വീട്ടിലിരുന്ന് ജിൻഹു കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ജിൻഹ അവനോട് പോകണ്ട എന്ന് പറയുന്നത്. ജിൻഹയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാമായിരുന്ന ജിൻഹു അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു. ശേഷം വീടിന് പുറത്തേക്ക് പോയ ജിൻഹു ബെറുവിനോട് ജിൻഹയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഹൈസ്കൂൾ ഗേറ്റിലെ ട്രോമ ഇപ്പോഴും അവളെ വേട്ടയാടുകയാണെന്ന് അറിയാമായിരുന്ന ജിൻഹുവിന് അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഈ സമയം ഒരു കാർ അവന്റെ മുന്നിലേക്ക് വരുന്നതും അവനെയും വിളിച്ചുകൊണ്ട് ഒരു ഓഫീസിലേക്ക് പോകുന്നതാണ് അടുത്ത കാണിക്കുന്നത്. അത് ജിൻഹോയുടെ അച്ഛന്റെ ഓഫീസായിരുന്നു. അയാൾ അവനെ വിളിപ്പിച്ചത് എറ്റേണൽ സ്ലംബറിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ചോദിക്കാനാണ്. ഇതിന് പ്രതിഫലമായി വലിയ തുക തരാൻ അയാൾ തയ്യാറായിരുന്നുവെങ്കിലും അയാളുടെ ചോദ്യത്തിന്റെ യഥാർത്ഥ അർത്ഥം അറിയാത്തത് കൊണ്ട് ജിൻഹു അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. പിന്നീട് തന്റെ ഓഫീസിൽ തിരിച്ചെത്തി ജപ്പാൻ ഡഞ്ചനെ കുറിച്ച് സംസാരിച്ച് അവിടേക്ക് പോകാൻ തീരുമാനിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും തന്റെ പക്കൽ ഇനിയും ഹോളി വാട്ടർ ഉണ്ടായിട്ടും ജിൻഹോയുടെ അച്ഛന്റെ ആവശ്യം നിരസിച്ചതിനെ കുറിച്ച് അവൻ വീണ്ടും ചിന്തിച്ചിരുന്നു. ജിൻഹു വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ജിൻഹ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല എന്ന് അവൻ അറിഞ്ഞത്. ശേഷം അവളുടെ മുറിയിലെത്തിയ ജിൻഹു അവൾ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കി അവളുടെ അടുത്തിരുന്നു. അവളോട് കഴിഞ്ഞ ഡഞ്ചനെ കുറിച്ചും ജപ്പാനിലേക്ക് പോകാൻ തീരുമാനിച്ചതിനെ കുറിച്ച് സംസാരിച്ച് അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. ഇതിനുശേഷം അടുത്ത കാണിക്കുന്നത് ജിൻഹു കൊറിയൻ ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും ജപ്പാനിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നതും അവനും ജിൻഹോയും ജപ്പാൻ എയർപോർട്ടിൽ എത്തുന്നതുമാണ്. ജിൻഹു ഗിൽഡ് സ്ഥാപിച്ചതിന് ശേഷം ന്യൂസ് പേപ്പറിൽ അവന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, തന്റെ ഫോട്ടോ ഇല്ല എന്ന കുറവ് നികത്താൻ കൂടിയാണ് ജിൻഹോ അവിടേക്ക് പോയത്. ഈ ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്ത് വയ്ക്കുന്ന സ്വഭാവം ജിൻഹോയ്ക്കുണ്ടായിരുന്നു. ജപ്പാനിലെത്തിയ ജിൻഹു പ്രധാനമായിട്ടും ജൈന്റുകളെ തോൽപ്പിക്കുന്നതിൽ ഫോക്കസ് ചെയ്തപ്പോൾ ജിൻഹോ ഇവാക്യുവേഷനിൽ ഫോക്കസ് ചെയ്തു. ഈ സമയം ജിൻഹു ജപ്പാനിലെത്തിയ വാർത്ത കേട്ട യുഎസിലെ ഹണ്ടേഴ്സിലൊരാൾ ജിൻഹു ഇതിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന് പറയുന്നതും അത് കേട്ട ആൻഡ്രെ അവൻ രക്ഷപ്പെടുമെന്ന് പറയുന്നതും അത് ഇവർ തമ്മിൽ ബെറ്റ് വയ്ക്കാൻ കാരണമാകുന്നതും കാണിക്കുന്നുണ്ട്. ഈ സമയം ജിൻഹുവിന്റെ ആർമി ജപ്പാനിലെ ജൈന്റുകളെ എല്ലാം കീഴ്പ്പെടുത്തുന്നതും ജിൻഹു അതിൽ ചില ജൈന്റുകളെ തന്റെ ആർമി ആക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ജിൻഹു 5 ഇടങ്ങളിലെ ജൈന്റ് ഔട്ട്ബ്രേക്കിനെ തീർത്തതോടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്ന മാറ്റ്സുമോട്ടോ അവനെ ആദ്യം എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോഴേ അവന്റെ ശക്തി സെൻസ് ചെയ്തതിനെ കുറിച്ചും എല്ലാ ജൈന്റുകളെയും ഒറ്റയ്ക്ക് തീർക്കാനുള്ള ജിൻഹുവിന്റെ തീരുമാനത്തെ കുറിച്ചും അവൻ ഓർത്തു. ഈ സമയം ജൈന്റുകളെ തന്റെ ആർമിയാക്കി മാറ്റിയ ജിൻഹു അതിനെല്ലാം 1 2 3 4 5 6 എന്ന് പേരിട്ട് അവരെ എല്ലാം ജൈന്റുകൾക്ക് നേരെ അയച്ചു. അങ്ങനെ ഡഞ്ചൻ ബ്രേക്ക് തുടങ്ങിയിട്ട് 7ാം ദിവസം ജിൻഹു ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലെയും ജൈന്റുകളെ തീർത്ത് മെയിൻ ഗേറ്റിന്റെ മുന്നിലെത്തി. ഇതിൽ 1-2 ജൈന്റുകൾ കടൽ മാർഗം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനെ ബാക്കി ഹണ്ടേഴ്സ് കൈകാര്യം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ജിൻഹു
ജിൻവു തന്റെ മുഴുവൻ ആർമിയും അവിടേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ജിൻഹോയോട് മിസ് ഹനക്കാവയും വിളിച്ച് ദൂരോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് തന്റെ ജനറൽസ് ഒഴികെയുള്ള മുഴുവൻ ആർമിയെയും തന്റെ മുന്നിൽ നിൽക്കുന്ന ജൈന്റ് ബോസിന്റെ അടുത്തേക്ക് അയച്ചു. അയാൾ ഈസിയായി തന്റെ ആർമിയെ കൈകാര്യം ചെയ്യുന്നത് കണ്ട ജിൻവു കുറച്ചുനേരം അവിടെ നിന്ന് വാച്ച് ചെയ്തിട്ട് അവന്റെ വീക്ക്നെസ് മനസ്സിലാക്കി കൈസ്ഥലിന്റെ പുറത്ത് കയറി തന്റെ ജനറൽസിന്റെ ഒപ്പം അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അവന്റെ രണ്ട് കണ്ണുകളും വെട്ടി പരിക്കേൽപ്പിച്ച് അവനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി. ഇത് ദൂരെ നിന്ന് കാണുന്നവർക്ക് ഇത് രണ്ട് മോൺസ്റ്റേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ആണെന്നേ കണ്ടാൽ തോന്നും. ജിൻവു അതിനെ കീഴ്പ്പെടുത്തിയിട്ടും യു ഹാവ് ഡിഫീറ്റഡ് ദി എനിമി എന്ന മെസ്സേജ് വരാത്തത് കണ്ട ജിൻവു ഇവൻ തന്നെയാണോ ബോസ് എന്ന് സംശയിച്ചു. ഈ സമയം വീണ്ടും ഗേറ്റിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നത് കണ്ട് ജിൻവു അതിന്റെ ഉള്ളിലേക്ക് പോകാൻ തയ്യാറായി. അതിന്റെ അകത്തെത്തിയ ജിൻവു കണ്ടത് ഒരു വലിയ കൊട്ടാരവും അതിന്റെ നടുക്ക് ചങ്ങല കിട്ടിരിക്കുന്ന ഒരു ജയന്റിനെയുമാണ്. ഷാഡോ മൊണാർക്കിന്റെ മാന സെൻസ് ചെയ്ത ആ ജയന്റ് എന്നെ മോചിപ്പിക്കൂ, എനിക്ക് റൂളറിന്റെ പ്ലാൻ അറിയാം, അത് മറ്റ് മൊണാർക്കുകളെ അറിയിക്കണമെന്ന് പറഞ്ഞെങ്കിലും പിന്നീടാണ് അത് ഷാഡോ മൊണാർക്കല്ല ജിൻവു ആണെന്ന് അയാൾ മനസ്സിലാക്കിയത്. ശേഷം ജിൻവു ഈ പറയുന്ന റൂളറാണോ നിന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ, വരാൻ പോകുന്ന യുദ്ധത്തിന്റെ തുടക്കത്തിന് വേണ്ടി അയാൾ എന്നെ ഉപയോഗിക്കുകയാണെന്ന് ജൈന്റ് മറുപടി പറഞ്ഞു. ശേഷം റൂളർ മൊണാർക്കുകളുടെ ശത്രുവാണ്, ഞാനും ഒരു മൊണാർക്കാണ്, മറ്റ് മൊണാർക്കുകളോ റൂളറോ നിന്റെ മുന്നിൽ വന്നാൽ ഇപ്പോഴത്തെ നിലയിൽ നിനക്ക് അവരുടെ മുന്നിൽ പിടിച്ചേക്കാനാവില്ല എന്നും നിന്നെ ഞാൻ സഹായിക്കാമെന്നും ആ ജൈന്റ് പറഞ്ഞു. അവൻ കള്ളം പറയുന്നതാണോ എന്ന് ജിൻവു സംശയം പ്രകടിപ്പിച്ചപ്പോൾ റൈഗ ദ കിങ് ഓഫ് ദി ജൈന്റുമായിട്ട് ഒരു പ്ലെഡ്ജ് ഓഫ് ഹോണസ്റ്റി ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും കള്ളം പറയാൻ പറ്റില്ല എന്നതുകൊണ്ട് ജിൻവു അതെടുത്തു. ശേഷം ഇവനോട് സംസാരിച്ച ജിൻവു ഹ്യൂമൻ വേൾഡിൽ മോൺസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നവർ ഇവന്റെ വേൾഡിൽ ഡെനീസൻസ് ഓഫ് ദി കെയോസ് വേൾഡ് ആണെന്നും ഇവരെല്ലാം തോറ്റ മൊണാർക്കുകളുടെ ആർമിയാണെന്നും അവരെയെല്ലാം പിടികൂടിയ റൂളർ അവരെയെല്ലാം ഇവിടേക്ക് അയക്കുന്നത് ഈ ലോകത്തെ വരാൻ പോകുന്ന യുദ്ധത്തിന്റെ യുദ്ധഭൂമിയാക്കി മാറ്റാനാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഹണ്ടേഴ്സിന് മാജിക് പവർ കിട്ടുന്നത്. ഈ ലോകത്ത് മാജിക്കിന്റെ അളവ് കൂട്ടുന്നതിലൂടെ റൂളറിന്റെ സിൽവർ ആർമിയുടെ വിജയ സാധ്യത കൂടുമെന്നും ഇപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടത് ബാക്കി മൊണാർക്കുകൾ അറിഞ്ഞു കാണും, അവർ നിന്നെ ടാർഗറ്റ് ചെയ്യുമെന്നും റൈഗ പറഞ്ഞപ്പോൾ അവർ എന്തിനാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ജിൻവു ചോദിച്ചു. അപ്പോഴാണ് നിന്റെ കയ്യിലുള്ള ശക്തി നിന്റേതല്ല എന്നും അത് നിന്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ഷാഡോ മൊണാർക്കും മറ്റ് മൊണാർക്കുകളും തമ്മിൽ തല്ലിപ്പിരിഞ്ഞു എന്നാണെന്നും അതുകൊണ്ട് നീ രണ്ട് കൂട്ടരുടെയും ശത്രുവാണെന്നും നീ എന്നെ രക്ഷിച്ചാൽ നിന്റെ ഒപ്പം ഞാൻ നിൽക്കാമെന്നും റൈഗ മറുപടി പറഞ്ഞു. ഈ സമയത്ത് ജിൻവുവിന്റെ ഒപ്പം മൊണാർക്കിന്റെ മുഖവും ഒരു നിമിഷത്തേക്ക് കണ്ട റൈഗ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു സ്പിരിച്വൽ ബോഡിയിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി. ശേഷം നിന്നെ എന്റെ സൈഡിൽ കൊണ്ടുവരാൻ നിന്നെ സോൾജറാക്കി മാറ്റിയാൽ പോരെ എന്ന് ജിൻവു ചോദിച്ചപ്പോൾ അത് റൈഗയുടെ മേൽ വർക്കാവില്ല എന്നറിഞ്ഞ ജിൻവു അവന്റെ ചെയിനുകൾ ഓരോന്നായി പൊട്ടിച്ചു. ഇതിനിടയിൽ നീ എന്റെ ഭാഗത്ത് മാത്രമാണോ മനുഷ്യരുടെ ഭാഗത്തും ഉണ്ടോ എന്ന് ജിൻവു ചോദിച്ചത് കണ്ട റൈഗ ഉത്തരം പറയാതെ അവനെ ആക്രമിക്കാൻ നോക്കിയതോടെ ജിൻവു ഇനിയൊന്നും നോക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അവനെ കൊന്നു കളഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് നീ സ്നേഹിക്കുന്നതെല്ലാം ഈ യുദ്ധത്തിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് റൈഗ ജിൻവുവിനെ പ്രാകുന്നുണ്ടെങ്കിലും അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞ ജിൻവു അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഈ സമയത്ത് ഒരു നാഷണൽ ലെവൽ ഹണ്ടറായ ക്രിസ്റ്റഫർ റീഡിനെ കാണാൻ പോയ നോർമും ഡയറക്ടറും അയാളുടെ ജീവൻ ആപത്തിലാണെന്ന് പറയുന്നതും അവനെ രക്ഷിക്കാൻ ജിൻവുവിനെ കൊണ്ടേ പറ്റൂ എന്ന് പറയുന്നതും കാണിക്കുന്നുണ്ട്. ഈ സമയം ഗേറ്റിന്റെ പുറത്തിറങ്ങിയ ജിൻവു യുദ്ധത്തിന് മുമ്പ് ഇനിയും ശക്തനാവേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതും അതുപോലെ കടലിലൂടെ ചൈനയിലെത്തിയ ജൈന്റിനെ ലിയു സിഗാഗ് എന്ന ഹണ്ടർ തിരുക്കുന്നതും മാറ്റ്സുമോട്ടോ താൻ ചെയ്ത തട്ടിപ്പുകൾ ഏറ്റുപറഞ്ഞ് പോലീസിൽ കീഴടങ്ങിയതിനെ കുറിച്ചും അതുപോലെ US ഗവൺമെന്റ് നടത്തുന്ന പാർട്ടിയിലെത്തിയ ആൻഡ്രെ ബെറ്റ് ജയിച്ചതിൽ മറ്റവന്റെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈ ഊരി വാങ്ങുന്നതും ഇപ്രാവശ്യത്തെ ഇന്റർനാഷണൽ ഗിൽഡ് കോൺഫറൻസിൽ ജിൻവുവിന്റെ ഗിൽഡിന് ക്ഷണം കിട്ടിയതും ആൻഡ്രെ അറിയുന്നത് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ജപ്പാനിലെ റൈഡ് തീർന്ന് ബാക്കി കാര്യങ്ങൾ ജിൻഹു നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവനൊരു കോൾ വരുന്നത്. അതോടെ ജിൻവുവിന് മുന്നേ അവൻ കൊറിയയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് വേറെയൊന്നും പറയാതെ അവൻ പെട്ടെന്ന് അവിടുന്ന് പോയി. ശേഷം കൊറിയയിൽ തിരിച്ചെത്തിയപ്പോഴാണ് തന്റെ അച്ഛൻ എറ്റേണൽ സ്ലംബറിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയെന്ന് അവൻ അറിയുന്നത്. ഈ സമയത്ത് ജിൻഹോയെ പോലെ ന്യൂസ് പേപ്പർ കട്ടിങ് കളക്ട് ചെയ്യുന്ന സ്വഭാവം അവന്റെ അച്ഛനും ഉണ്ടെന്നറിഞ്ഞ് അവൻ പൊട്ടിക്കരയുമ്പോൾ അവിടെ മറഞ്ഞിരുന്ന ജിൻഹു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ശേഷം ജിൻഹോ അവിടെ നിന്ന് പോയതിനു ശേഷം മറ്റാർക്കും വേണ്ടി ചെയ്യില്ലെങ്കിലും ജിൻഹോയ്ക്ക് വേണ്ടി അവന്റെ അച്ഛനെ രക്ഷിക്കാൻ ജിൻഹു തീരുമാനിച്ചു. അങ്ങനെ ജിൻഹോയുടെ പിറന്നാൾ സമ്മാനമായി ജിൻഹു അവന്റെ അച്ഛനെ എറ്റേണൽ സ്ലംബറിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നു. ഈ സമയം അങ്ങ് ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ അയാൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടിണീക്കുമ്പോൾ തന്റെ ചുറ്റും എന്തോ പന്തികേടുള്ളതുപോലെ തോന്നി അയാൾ പുറത്തേക്ക് നടന്നു. അതോടെ ക്രിസ്റ്റഫർ തങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയെന്നറിഞ്ഞ 3 വ്യക്തികൾ അവന്റെ മുന്നിലേക്ക് വന്ന് അവനെ ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യന്റ് ലൈറ്റ് എന്ന് വിളിച്ച് അവനോട് മനുഷ്യരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാത്ത ക്രിസ്റ്റഫർ തന്റെ സ്പിരിച്വൽ ബോഡി മാനിഫെസ്റ്റ് ചെയ്ത് അവരുമായിട്ട് ഏറ്റുമുട്ടി. ഇത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് ജപ്പാനിലെ റൈഡിന് ശേഷം ജിൻവുവിന് ഗംഭീരമായ ഒരു യാത്രയയപ്പ് കിട്ടുന്നതാണ്. ശേഷം ജിൻവു ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോൾ അവന്റെ തൊട്ടടുത്ത സീറ്റിൽ ആഡം ഇരിപ്പുണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ അവിടെ വന്നത് ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ തീ പിടിച്ചെന്നും അയാൾ മരിച്ചു എന്നും അയാളുടെ മരണത്തിന് ഉത്തരവാദി ജിൻവുവിന്റെ അച്ഛനാണെന്ന്
സംശയിക്കുന്നതും അവനെ അറിയിക്കാനാണ്. ജിൻവുവിന്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൻ ലാപ്ടോപ്പ് പൊട്ടിച്ച് ആഡമിനെ എയറിൽ പൊക്കി നിർത്തി. ആഡം സമാധാനത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് US ഹണ്ടേഴ്സ് ബ്യൂറോയിൽ നടന്ന എക്സ്പ്ലോഷനിൽ നിന്റെ അച്ഛനാണ് കാരണമെന്നും അയാളുടേത് ഒരു മോൺസ്റ്ററിനോട് സിമിലർ ആയിട്ടുള്ള മാനയാണെന്നും അതേപോലത്തെ മാനയാണ് ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ നിന്നും കിട്ടിയതെന്നും അയാൾ അവനെ പറഞ്ഞു മനസ്സിലാക്കി. ശേഷം ജിൻവു അവനെ താഴെ ഇറക്കിയപ്പോൾ ഇത്രയും കാലം US ബ്യൂറോ രഹസ്യമായിട്ടാണ് ഇയാളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വരാൻ പോകുന്ന ഇന്റർനാഷണൽ ഗിൽഡ് കോൺഫറൻസിൽ ഇയാൾക്കെതിരെ റെഡ് നോട്ടീസ് പാസ്സാക്കാൻ പോവുകയാണെന്നും ആഡം പറയുന്നിടത്താണ് ചാപ്റ്റർ 140 അവസാനിക്കുന്നത്. സോ കഴിഞ്ഞു ഗായ്സ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ 131 തൊട്ട് 140 വരെയുള്ള കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 130 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാൻവ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗായ്സ്, ഇത്രയൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഏക പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാങ്കയെ കുറിച്ചോ അല്ലെങ്കിൽ മാൻവയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സോളോ ലെവലിംഗ് ഫാൻസ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് മീ ഫാണൽ ലോക്കി സൈനിങ് ഔട്ട്.